എം.ആർ. അജിത് കുമാർ RSSൻ്റെ നേതാവുമായി ചർച്ച നടത്തിയതിനെ വലിയ തെറ്റായിട്ട് അവതരിപ്പിക്കുന്ന മീഡിയ വണ് കുറച്ച് മുമ്പൊരു വാർത്ത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിലൊരു ചർച്ച നടത്തിയത്. അന്നതിനെ ന്യായീകരിച്ചവരാണ് മീഡിയ വണ്. എന്താ ചർച്ച നടത്തിക്കൂടായുണ്ടോ? പലരും നടത്തിയിട്ടില്ലേ? നടത്താറില്ലേ? എന്തുകൊണ്ട് നടത്തിക്കൂടാ? എന്നിത്യാദി വളരെ ക്രിറ്റിക്കലായി ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ സാധൂകരിച്ചവരാണവർ. എന്നിട്ട് ഇപ്പോൾ അവർ ചർച്ച ചെയ്യുകയാണ്. എന്താ അജിത് കുമാർ ചർച്ച നടത്തിയത്? അതിൻ്റെ പേരിൽ ഒഴിവാക്കണ്ടേ? എന്തുകൊണ്ട് ഒഴിവാക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈപ്പിനെ ഒഴിവാക്കിയില്ലേ? അതേപോലെ തന്നെ ഇയാൾ ചർച്ച നടത്തിയതും. സുഹൃത്തെ, എന്താ നിങ്ങൾ മറ്റതിനെ ന്യായീകരിച്ചവർ നിങ്ങളെതിരെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ മതേതരത്വ വിശ്വാസികളായ ജനങ്ങൾ RSSുമായി ചർച്ച നടത്തിയതിനെ എതിർക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്കെന്ത് യോഗ്യത എതിർക്കാനുള്ളത്? അല്ല, മറ്റൊരു സംശയമുള്ളത്, പണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ ചർച്ച നടത്തിയിരുന്നല്ലോ. ആ ചർച്ച നടത്തിയതിൻ്റെ തുടർ ചർച്ച പിന്നീട് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ തുടർ ചർച്ച നടത്താൻ വേണ്ടി അജിത് കുമാറിനെ നിങ്ങൾ ഏൽപ്പിച്ചതാണോ? അതും അറിയാൻ താല്പര്യമുണ്ട്. കാരണം നിങ്ങൾ അതിനെതിരെ ഇപ്പോഴാണ് മിണ്ടുന്നത്, ഇതുവരെ ഒന്നും മിണ്ടിയിട്ടുമില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉള്ളുകളി? ഒന്നറിയാൻ താല്പര്യമുണ്ട്.